ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എൻ്റെ മൈഗ്രെയിൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. കാലത്ത് തന്നെ ഡുണ്ടോനെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അപ്പോൾ അവന് ജനലയുടെ സൈഡിലിരിക്കുമ്പോൾ അവിടെ കറമ്പി വന്നിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചനെ കേട്ടോ. അപ്പോൾ അവൾ വന്നത് എനിക്ക് കാണിച്ചു തരാം, അവിടെ കറമ്പി വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. ഈ കുട്ടികളുണ്ടെങ്കിലേ നമുക്കൊന്നും മൈഗ്രെയിൻ വന്നാൽ പോലും കെടുക്കാനായിട്ട് പറ്റില്ല. അവരെപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവർ പിന്നാലെ നടക്കണ്ടേ. അപ്പോൾ നമുക്കൊന്നും ഒരു സ്ഥലത്ത് കെടുക്കാനേ പറ്റില്ല കേട്ടോ. അവസാനം ഞാൻ ഡുണ്ടോനെ ഹസ്ബൻഡിൽ ഏൽപ്പിച്ചിട്ട് കുറേ നേരം കിടന്നു നോക്കി, എന്നിട്ടും കുറയണില്ല. അപ്പോൾ മരുന്ന് മേടിക്കാനായിട്ട് പോകണം കേട്ടോ. സാധാരണ ഞാൻ ഡോളോ പിന്നെ മൈഗ്രെയിൻ്റെ തലവേദനയുടെ മരുന്നൊക്കെയാണ് കഴിക്കാറ്, ഡോക്ടർ എഴുതി വന്നത്. ഒന്നും പറ്റില്ലെങ്കിൽ ഡോളോ കഴിക്കട്ടോ. എല്ലാം കഴിഞ്ഞു, അപ്പോൾ പുറത്തേക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോകണം കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി മരുന്ന് കഴിച്ചൊരു കട്ടനും ഉണ്ടാക്കി കുടിച്ചപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. എന്നെ പോലെ എത്ര പേര് മൈഗ്രെയിൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. പിന്നെ അത് മാറാനുള്ള വല്ല റെമഡി ഉണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പോയി കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗുളിക ഏത് ഗുളികയാണെങ്കിലും കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് മാത്രം ഒരു ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വരും, ചിലപ്പോൾ അത് പൂട്ടാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ പീരീഡ്സ് ആവണേക്കാളും വലുത്താണ് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഡുണ്ടുവിൻ്റെ ഒപ്പം കുറേ നേരം കളിച്ചു, അവൻ്റെ ഒരു ഇതിന് നിൽക്കണം, അല്ലെങ്കിൽ അവൻ ഫുൾ അലമ്പായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടറിയാം, മസാല മുന്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതേപോലെ ഉണ്ടാക്കി, അതിൻ്റെ ഒപ്പം നമ്മുടെ മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അധികം കാര്യമായിട്ടില്ല, എനിക്ക് തീരെ വയ്യാത്ത കാരണമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ബൈ.